ഹലോ ഗൈസ്, സൈലൈൻ എഫ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീണ്ട 21 വർഷങ്ങൾക്ക് ശേഷം ഇറ്റാലിയൻ ടോപ്പ് ഡിവിഷനായ സിരി എയിലേക്ക് തിരിച്ചു വരുന്ന കോമോ 1907 കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇറ്റലിയിലെ ലംബാർഡി റീജിയണിന്റെ കോമോ ലേക്കിന്റെ തീരത്താണ് കോമോ ടൗൺ സ്ഥിതി ചെയ്യുന്നത്. കോമോ 1907 രൂപീകരിക്കപ്പെടുന്ന വർഷം ഓഫ് കോഴ്സ് 1907 തന്നെയാണ്. പക്ഷെ അതിന് ഒരു വർഷം മുമ്പ് തന്നെ ഇവരുടെ കഥ ആരംഭിക്കുകയാണ്. 1906 സ്പ്രിംഗ് സീസണിൽ കോമോ ലേക്കിന്റെ തീരത്ത് വെച്ച് ഒരു ഫുട്ബോൾ മാച്ച് നടക്കുകയുണ്ടായി. മാച്ചിലെ ഒരു ടീം ലോക്കൽ റോയിങ് ക്ലബ്ബായ കനോട്ടിയേറി ലാറിയോ ആയിരുന്നു. രണ്ടാമത്തെ ടീം ബഫലോ ബിൽ സർക്കസിലെ ജീവനക്കാരും. ബഫലോ ബിൽ സർക്കസ് എന്ന് പറഞ്ഞാൽ അക്കാലത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാവലിംഗ് അമേരിക്കൻസിൻ്റെ സർക്കസ് ആയിരുന്നു. ഇവർ തമ്മിൽ തമ്മിൽ മത്സരം വലിയ സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മത്സരം ഡ്രോയിൽ അവസാനിച്ചു. പക്ഷേ ഈ മത്സരം കണ്ടുകൊണ്ട് നിന്ന ചില ലോക്കൽ ഫുട്ബോൾ പ്രേമികൾ വല്ലാതെ ഇൻസ്പയർഡ് ആവുകയായിരുന്നു. അങ്ങനെയാണ് തൊട്ടടുത്ത വർഷം മെയ് 1907 കോമോ 1907 രൂപീകരിക്കപ്പെടുന്നത്. അന്ന് ക്ലബിൻ്റെ പേര് കോമോ FC എന്നായിരുന്നു. 1907 കോമോ FC രൂപീകരിക്കപ്പെടുന്നതെങ്കിലും 1911 ക്ലബിൻ്റെ ആദ്യത്തെ ഒഫീഷ്യൽ പിച്ച് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. ഈ പിച്ചിന് ഗ്രാൻഡ് സ്റ്റാൻഡ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഗ്രാൻഡ് സ്റ്റാൻഡ് ഉള്ള ക്ലബ്ബുകൾക്ക് ടോപ്പ് ഡിവിഷനിലേക്ക് കളിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ 1912-13 പ്രമോഷൻ ലീഗ് കളിക്കാൻ ക്ലബിന് അവസരം ലഭിക്കുകയാണ്. ആ സീസണിൽ തന്നെ നാഷണൽ സ്ട്രൈക്കറായ ഗസ്താവോ കാരിയറെ ക്ലബ് ടീമിലെത്തിക്കുന്നുണ്ട്. ഒരു നാഷണൽ സ്ട്രൈക്കറിൻ്റെ വരവോടുകൂടി ക്ലബ് പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് കാലെടുത്ത് വയ്ക്കുകയായിരുന്നു. തൊട്ടടുത്ത വർഷം ഇറ്റലിയുടെ ടോപ്പ് ഡിവിഷൻ കളിക്കാൻ ക്ലബിന് അവസരം ലഭിക്കുന്നു. പിന്നീട് വന്ന ഒന്നാം ലോക മഹായുദ്ധകാലത്തും ക്ലബ് അധികം ആടി ഉലയാതെ തന്നെ 1922 വരെ ഫസ്റ്റ് ഡിവിഷനിൽ പിടിച്ചു നിന്നു. 1922 ക്ലബിൻ്റെ സാമ്പത്തിക നില മോശമായതുകൊണ്ട് ക്ലബ് സെക്കൻഡ് ഡിവിഷനിലേക്ക് റെലഗേറ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടാവുന്നത്. 1927 ക്ലബ് ഇന്ന് കാണുന്ന സിനഗാഗിലെ സ്റ്റേഡിയത്തിലേക്ക് ചുവടുവെക്കുന്നത്. വാർ ഹീറോ ആയിരുന്ന ഗ്യുസിപ്പി സിനഗാഗിലേക്ക് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ടാണ് സ്റ്റേഡിയത്തിന് ഈ പേര് നൽകുന്നത്. സിനഗാഗിലെ സ്റ്റേഡിയം ഇപ്പോൾ യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ സീനറി ഉള്ള ഒരു സ്റ്റേഡിയമാണ്. ക്ലബ് രണ്ടാം ലോക മഹായുദ്ധത്തിലൂടെ കടന്നുപോയി. 1949 ക്ലബ് പിന്നീട് സിരിയയിലേക്ക് പ്രൊമോഷൻ നേടി വരുന്നത്. പ്രൊമോഷൻ നേടി സിരിയയിൽ എത്തിയെങ്കിലും വൈകാതെ തന്നെ ക്ലബ് പിന്നെയും താഴേക്ക് പോവുകയായിരുന്നു. പറയാനായിട്ട് കാര്യമായി ഫസ്റ്റ് ഡിവിഷൻ ട്രോഫീസ് ഒന്നും ഇല്ലാത്ത ക്ലബിൻ്റെ നല്ല കാലം എന്ന് പറയുന്നത് 1984 തൊട്ട് 89 വരെയാണ്. തുടർച്ചയായി ഈ 5 വർഷങ്ങളിൽ സിരിയ കളിച്ച ടീമിൻ്റെ ബെസ്റ്റ് സീസൺ എന്ന് പറയുന്നത് 1986 9th സ്പോട്ട് ഫിനിഷിംഗ് ആണ്. 21ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ക്ലബ് പിന്നെയും സിരിയയിൽ എത്തുന്നുണ്ട്. 2002-2003 സീസൺ. എന്നാൽ നിർഭാഗ്യവശാൽ ആ ഒരൊറ്റ സീസണോടുകൂടി തന്നെ ക്ലബ് പിന്നെയും റിലെഗേറ്റ് ചെയ്യപ്പെടുകയാണ്. തുടർച്ചയായി വന്ന റിലെഗേഷൻസിന് ശേഷം ക്ലബ് ഡിസംബർ 2004 ബാങ്ക്രപ്സി അനൗൺസ് ചെയ്യുകയാണ്. പിന്നീട് 2005-2006 സിരി ഡിയിൽ നിന്നാണ് അവർക്ക് മത്സരിക്കാൻ കഴിഞ്ഞത്, അതും ഒരു പുതിയ പേരിൽ. ഇതുവരെ കോമോ FC ആയിരുന്ന ടീം അന്നു മുതൽ കാൽഷ്യോ കോമോ എന്ന പേര് സ്വീകരിച്ചു. പിന്നീട് തുടർച്ചയായ 10 വർഷങ്ങൾ ക്ലബ് ലോവർ ഡിവിഷനിൽ തന്നെ കളിച്ചു പോന്നു. 2016-17 സീസണിൻ്റെ പകുതിയോടുകൂടി ക്ലബ് സാമ്പത്തികപരമായി തകരുകയാണ്. ഫോർ സെയിൽ ബോർഡ് തൂക്കുകയും ചെയ്യുന്നു. ക്ലബ് ലേലത്തിനും വെച്ചു. 3 റൗണ്ട് ലേലം കഴിഞ്ഞു. ആരും ക്ലബിനെ എടുത്തില്ല. 4ാമത്തെ റൗണ്ടിൽ ബിസിനസ് വുമനായ അഗസുവ പൂനി എസിയൻ, അതായത് ഫോർമർ ചെൽസി പ്ലെയർ ആയിരുന്ന മൈക്കൽ എസിയൻ്റെ ഭാര്യ ക്ലബിൻ്റെ ഓണർഷിപ്പ് സ്വന്തമാക്കുന്നു. അങ്ങനെ ഇറ്റാലിയൻ ഫുട്ബോളിലെ ആദ്യത്തെ ഫോറിൻ വനിതാ ഓണർ ആവുകയാണ് അവർ ഇതോടുകൂടി. എന്നാൽ ക്ലബിന് 2017-18 സീസൺ സിരി സിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ആർട്ടിക്കിൾ 52 ലംഘനം കാണിച്ച് ക്ലബിന് ഇനി സിരി ഡിയിൽ മറ്റൊരു എൻറ്റിറ്റി ആയിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളായിരുന്നു. അങ്ങനെ അതുവരെ കാൽഷ്യോ കോമോ എന്ന ടീം പിന്നെയും പേര് മാറ്റുന്നു. പുതിയ പേരാണ് കോമോ 1907. അങ്ങനെ 2017-18 സീസൺ ക്ലബ് സിരി ഡിയിൽ നിന്ന് ആരംഭിക്കുന്നു. 2019 ക്ലബ് സിരി ഡിയിൽ നിന്ന് സിരി സിയിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. അതോടുകൂടി ക്ലബിൻ്റെ മറ്റൊരു ഫേസ് ആരംഭിക്കുകയായിരുന്നു. ഏപ്രിൽ 2019 ഇന്തോനേഷ്യൻ ഫാമിലിയായ ദ ഹർട്ടാനോ ഫാമിലി ക്ലബിൻ്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ 2016 ഒരു ഓണർ പോലും ഇല്ലാതെ ബുദ്ധിമുട്ടിയ ക്ലബ് 2019 ഇറ്റലിയിലെ റിച്ചസ്റ്റ് ഓണേഴ്സുള്ള ക്ലബ്ബാവുകയാണ്. 2020-21 സീസണിൻ്റെ അവസാനം സിരി സിയിൽ 75 പോയിന്റ് നേടി ചാമ്പ്യന്മാരായിക്കൊണ്ട് സിരി ബിയിലേക്ക് ക്ലബ് പിന്നെയും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. 2021-22 സീസൺ സിരി ബിയിൽ വലിയ അട്ടിമറികളൊന്നും സംഭവിച്ചില്ല.
തൊട്ടടുത്ത വർഷവും ക്ലബ് സിരി ബിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നൊരവസ്ഥ വന്നു. എന്നാൽ ജൂലൈ 2022 എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കോമോ 1907 ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണ്. ഒരു സൈനിങ് ആണ്. സൈൻ ചെയ്യുന്നതാകട്ടെ ഫോർമർ സ്പെയിൻ, ആർസണൽ, ചെൽസി പ്ലെയറായ സെസ് ഫാബ്രിഗാസിനെയും. എന്തിനാണ് ഫാബ്രിഗാസിനെ പോലെ ഒരു പ്ലെയർ സിരി ബിയിൽ കിടക്കുന്ന കോമോ 1907 ചൂസ് ചെയ്യുന്നത്? ആക്ച്വലി ഫാബ്രിഗാസ് ഒരു ലോങ് ഗെയിം കളിക്കുകയായിരുന്നു. ഫാബ്രിഗാസ് ടീമിലേക്ക് വരുന്നത് വെറും ഒരു പ്ലെയർ ആയിട്ട് മാത്രമല്ല, ഒരു മൈനോറിറ്റി ഷെയർ ഹോൾഡർ ആയിട്ട് കൂടിയാണ്. അതുമാത്രവുമല്ല, തൻ്റെ കോച്ചിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഇടമാണ് കോമോ 1907 എന്ന് ഫാബ്രിഗാസിന് മനസ്സിലായിരുന്നു. ഇതിന് ചൂട് പിടിച്ചത് തന്നെ സെപ്റ്റംബർ, അതായത് അതേ വർഷം സെപ്റ്റംബർ 2022 ഫ്രാൻസിൻ്റെയും ആർസണലിൻ്റെയും ലെജൻഡറി പ്ലെയറായ തിയറി ഹെൻറിയും ഒരു മൈനോറിറ്റി ഷെയർ ഹോൾഡറായി ക്ലബിൻ്റെ കൂടെ ചേരുന്നു. അതിനുശേഷം അദ്ദേഹം അഡ്വൈസർ റോൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ക്ലബിന് വേണ്ടി 15ഓളം മത്സരങ്ങൾ ഫാബ്രിഗാസ് കളിച്ചു. പിന്നീട് തൊട്ടടുത്ത വർഷം ഡിസംബർ 2023 ക്ലബിൻ്റെ കോച്ചായിരുന്ന മൊറീനോ ലാംഗോയെ ക്ലബ് സാക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് ആ ചുമതല സെസ് ഫാബ്രിഗാസിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ സെസ് ഫാബ്രിഗാസിന് യുഎഫ പ്രോ ലൈസൻസ് ആ സമയത്ത് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ കൺസെഷൻ എന്നുള്ള രീതിയിൽ 1 മാസത്തെ മാത്രം ഇൻ്ററിം ചുമതലയാണ് ഫാബ്രിഗാസിനെ ഏൽപ്പിച്ചിരുന്നത്. അതിനുശേഷം വെൽഷ് വംശജനായ ഓഷ്യൻ റോബർട്ട്സിനെ ക്ലബിൻ്റെ കെയർടേക്കർ മാനേജറായി ചുമതലപ്പെടുത്തുന്നു. കെയർടേക്കർ മാനേജർ എന്ന് പറയുമെങ്കിലും ക്ലബിൻ്റെ കോച്ചിങ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത് ഫാബ്രിഗാസ് തന്നെയായിരുന്നു. അതേസമയം ഓഷ്യൻ റോബർട്ട്സ് ഹെഡ് ഓഫ് ദി ഡെവലപ്മെൻറ്റ് പദവിയും സ്വീകരിച്ചിരുന്നു. സെസ് ഫാബ്രിഗാസിന് കീഴിൽ ക്ലബ് 2023-24 സീസണിൻ്റെ അവസാനത്തോടു കൂടി 76 പോയിന്റും നേടിക്കൊണ്ട് സെക്കൻഡ് സ്ഥാനം ക്ലെയിം ചെയ്യുകയാണ്. അങ്ങനെ സിരി എയിലേക്കുള്ള തിരിച്ചുവരവും 21 വർഷങ്ങൾക്ക് ശേഷം. സീസണിൻ്റെ അവസാനം വളരെ സസ്പെൻസ് നിറഞ്ഞൊരു എൻഡിങ് ആയിരുന്നു കോമോ 1907. കാരണം ലാസ്റ്റ് മാച്ച് ഡേയിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് സ്ഥാനത്തുണ്ടായിരുന്ന കോമോ 1907 വെറും 2 പോയിന്റ് മാത്രം ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ തേർഡ് പൊസിഷനിൽ നിന്നിരുന്ന വെനസി ആയിട്ട്. കോമോ 1907 മത്സരമാണെങ്കിൽ 1-1 ഡ്രോയിൽ അവസാനിക്കുകയും ചെയ്തു. സോ വെനസി എങ്ങാനും ജയിച്ചിരുന്നെങ്കിൽ കോമോ 1907 സെക്കൻഡ് സ്പോട്ടിൽ നിന്ന് തേർഡ് സ്പോട്ടിലേക്ക്, അതായത് പ്ലേ ഓഫിലേക്ക് വീണു പോകുമായിരുന്നു. ബട്ട് കോമോ 1907 ഭാഗ്യം എന്ന പോലെ വെനസി ആ മത്സരം 2-1 പരാജയപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ കോമോ 1907 സെക്കൻഡ് സ്ഥാനം നിലനിർത്തി സിരിയയിലേക്ക് വരികയാണ് ചെയ്തിരുന്നത്. സെസ് ഫാബ്രിഗാസിൻ്റെ കീഴിൽ കോമോ 1907 കളിച്ചു വരുന്നത് 4-4-2 ഫോർമേഷനിലാണ്. പ്ലേയിങ് ഫ്രം ദ ബാക്ക് സ്റ്റൈലാണ് അവർ ഫോളോ ചെയ്ത് വരുന്നത്. സോ ഒരു നല്ല ഇംപ്രസീവ് സ്റ്റൈൽ ഓഫ് ഗെയിം തന്നെയാണ് അവരുടെ. ഇപ്പോൾ ഈ സീസണിലേക്ക് വരുമ്പോൾ അവർ ഒരുപാട് പുതിയ വാല്യൂഡ് പ്ലേയേഴ്സിനെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് ആൻഡ്രേ ബിലോട്ടി, റാഫേൽ വരാനെ, പെപ്പർ റെയ്ന, ആൽബർട്ടോ മൊറേനോ എല്ലാം. പിന്നെ ഇപ്പോൾ പറയുന്ന പോലെ ഇറ്റലിയിലെ റിച്ചസ്റ്റ് ഓണേഴ്സ് ആണ് അവരുടെ. സോ എക്കണോമിക് പ്രോബ്ലംസ് ഇനി അവർക്ക് അടുത്തൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കാം. സോ ഒരു യങ് കോച്ചിൻ്റെ കീഴിൽ ഒരു പുതിയ ഫേസ് തന്നെയാണ് കോമോ 1907. സോ അവരെങ്ങനെ അത് ഇറ്റാലിയൻ ലീഗിലേക്ക് വരുമ്പോൾ അതിപ്പോൾ നെപ്പോളി, എസി മിലാൻ, ഇന്റർ മിലാൻ, യുവൻറ്റസിനെയൊക്കെ കൂടിയാണ് കടപിടിക്കേണ്ടത്. സോ അത് എത്രത്തോളം വണ്ടേഴ്സ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യങ്ങളാണ്. സോ എത്രത്തോളം ഇമ്പാക്റ്റ് അവർ ഇറ്റാലിയൻ ലീഗിൽ കൊണ്ടുവരും എന്നുള്ളത് നമുക്ക് സീസൺ തുടങ്ങി അവരുടെ കുറച്ച് മത്സരങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. ഈ വീഡിയോ ഇത്രയാണ് കണ്ടുകൊണ്ടിരുന്നതാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലെ കണ്ടൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതേപോലെ ഫുട്ബോൾ ബേസ്ഡ് കണ്ടൻസ്, ബാക്ക് സ്റ്റോറീസ് എല്ലാം ഇനിയും കാണുന്ന ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ റിയാക്ഷൻസ്, കമൻറ്റ്സ് എല്ലാം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഞാൻ അതെന്തായാലും ചെക്ക് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതേപോലുള്ള ബാക്ക് സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഫുട്ബോൾ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നിങ്ങളെ കാണുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.